നിങ്ങളെ ഫേവറേറ്റ് പേഴ്സൺ ആണ്? ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞിട്ടുള്ള ഫേവറേറ്റ് ഹനാൻ. മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ കൊടുത്താലും അത് കിട്ടും. ഞങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിന്ന് പോകാനുള്ള മെയിൻ റീസൺ തന്നെ ഹനാനാണ്. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ. ഹലോ ഹലോ ഹലോ, ഒരു വള്ളിണ്ട്. എനിക്ക് കുറച്ച് ഫണ്ട് റോൾ ചെയ്യാൻ വേണം. വണ്ടി ഒന്ന് തട്ടി ഫണ്ട് ഞാൻ മറ്റന്ന് അട്ടേരാ. അത് പണിയായി. അത് ഈ നേരെ വർഷാപ്പ് കയറ്റട്ടെ. ഒരു 30 റുപ്യന്റെ പണിയുണ്ട്. ഓട്ടോറിക്ഷന്റെ മൂപ്പര് ഇജൊരു പാട്ട് പാടിയാ മൂപ്പര് പൈസ വേണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാരൊക്കെ ഒരു 25-26 ആ ഒരു ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല നാട്ടിൽ. ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല? ലുക്ക് ഇതൊന്നുമല്ല. 26 ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു ഏജ് ഓവർ ആയിട്ടുണ്ട്. 30 ആണോ ഔട്ടാണ് ആള് മാർക്കറ്റിനെ ഔട്ടാണ്. ഒരു എസ് മൂളി കൊടുത്തു വീട്ടുകാരെ ഈ ഒരു പ്രോസസ്സിന്. ഇത് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാവുമല്ലോ. അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡി പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് കണ്ടുപിടിച്ചതാണ്. ഞാനായിട്ട് പെണ്ണ് കാണാനും പോയിട്ടില്ല. ഞാൻ കാനഡയിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് കല്യാണം കൂടാനാണ്. ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെയാണ് ഇവളെന്റെ ഭാര്യയാക്കിയത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, കെട്ടി. കനവുകളിലായിരം പൂക്കളാ. ഫസ്റ്റ് വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അത് വീഡിയോ കോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാന്, അവള്, ഉമ്മ, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കടന്ന് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. കാരണം ഉമ്മ അവിടെ ഇൻവിജിലേറ്റർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു മുഞ്ചത്തെ കുട്ടിയാ. വന്നിട്ട് ആ ചിരി തന്നെ ഉണ്ടായിരുന്നു. അതാ ഞാൻ മുഞ്ചനല്ലേ. ഇഷ്ടപ്പെട്ടോ ചോദിച്ചു. എന്തായിരുന്നു മറുപടി? ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ ഇപ്പൊ നടന്നേ. ഇഷ്ടപ്പെട്ടോണ്ട്. എന്തത് എക്സാമോ? എന്തൊക്കെ കാര്യമാണ് ചോദിച്ചത് ഹർഷു? ഞാൻ അത് ഭയങ്കര സീക്രട്ടാ. ഹർഷുന്റെ ഫേവറേറ്റ് ആക്ട്രസ്? ഞാനൊരു നല്ല മോനായത് കാരണം ഞാൻ സ്ത്രീകളൊന്നും ശ്രദ്ധിക്കാറില്ല. എന്റെ പൊന്നേ, കൂട്ടുകാരൊന്നും വിളിക്കട്ടെ ഞാനിപ്പോ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അടി വരും. പാടൂ, ഇന്റർവ്യൂ പാടുപെടും. അർഷുക്കൊക്കെ ഇഷ്ടമല്ല സാധനം. ഇഷ്ടല്ല. കഴിക്കാൻ പറ്റും. മോനൂന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്ലൂ കൂടി കൊടുക്കട്ടെ. ഫുഡിന്റെ കൂടെയാണ് കഴിക്കുക. അപ്പൊ ഓൾറെഡി അതൊരു ഫുഡാന്ന് പറഞ്ഞു. ഫുഡിന്റെ അല്ല, അതിന്റെ കൂടെ കഴിക്കുന്ന സാധനം. ഒരു ക്ലൂ കൂടി കൊടുക്കട്ടെ. സ്നേഹമുള്ള വൈഫ് കേട്ടോ. പുട്ടിന്റെ കൂടെ കഴിക്കും. പുട്ടിന്റെ കൂടെ പപ്പടം. ഇത് ഈസിയല്ലേ. ഇത് ഞാൻ കോളേജിലേക്ക് പിക്ക് ചെയ്യാൻ വരില്ലേ? പിക്ക് ചെയ്യാൻ വരുമ്പോ അല്ല ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. കോഴിയാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സദ് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മലയാളി മനസ്സിൽ ഇടം നേടിയ ഒരു യൂട്യൂബറാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ തള്ളി പറിക്കുന്നു, അതനുസരിച്ച് റിയാക്ഷൻ ഇടുകയാണ്. വിചാരിച്ചില്ല ഇത്രയും പറയുന്നത്. ടാഗ് ലൈനേ യൂട്യൂബർ എന്നൊക്കെയുള്ള ടാഗ് ലൈൻ കേട്ടപ്പോ ഇപ്പോ ആ ഒരു മൈൻഡാണ് സത്യത്തിൽ വരുന്നത്. കാരണം നമുക്കൊരു യൂട്യൂബർ എന്നൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എപ്പോ തോന്നി എനിക്കറിയില്ല. ഞങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. മീൻസ് ആദ്യത്തെ, എനിക്കിപ്പോൾ തോന്നുന്നു കാനഡയിലെ ആദ്യത്തെ വ്ളോഗ്, അതായത് 3 മാസം 20 വ്ളോഗ്. ഈ 20 വ്ളോഗിൽ തന്നെ ഓൾറെഡി ആളുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറായിട്ട് മാറിയിട്ടുണ്ട്. മുൻകാല പുണ്യം. ശരിക്കും നിങ്ങൾ യൂട്യൂബർ ആയിരുന്നു ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ആളെ പറ്റി പറയണമെന്നുണ്ടെങ്കിലേ, യൂട്യൂബ് പോയിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാവുമല്ലോ. അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയതാ. സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡി പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് കണ്ടുപിടിച്ചതാണ്. അതായിരുന്നു മനസ്സില് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാൾ വേണം. അങ്ങനത്തെ ഒരാളെ നമുക്ക് കിട്ടിയത്.
അങ്ങനെ ആളെ നമ്മൾ മോൾഡ് ചെയ്തെടുത്താ. എന്താ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത? അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഫോണില്ലായിരുന്നു. ആ ഫോൺ ഫോണുണ്ട്, അതിനൊന്നും താല്പര്യമില്ല. പക്ഷെ ആൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കല്യാണത്തിന്. അങ്ങനെ ഇല്ലാത്ത യൂട്യൂബ് ഒന്നും മീൻസ് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു കുട്ടി കല്യാണത്തിന് ശേഷം ഞാനായിട്ടൊന്നും എല്ലാം തുറന്നു കൊടുക്കണം, അങ്ങനെയാണോ? അങ്ങനെ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് സത്യത്തിൽ അങ്ങനെ തീരെ അങ്ങോട്ട് ഇല്ലാതെ ആവണമെന്നില്ല. പക്ഷെ കുറേശ്ശെ നമ്മളെ വൈബിന് പറ്റിയ ഒരാളെ സെറ്റ് ചെയ്ത് വരണ്ടേ. അതെന്തായാലും ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി ഞാനല്ല, ഇത് എൻ്റെ ഉമ്മ കണ്ടുപിടിച്ചതാണ് അവളെ. അതിന്റെ കഥ പറയാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ 2022 കാനഡയിൽ പോയി. ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പഠിത്തമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായം 24 വയസ്സ് ആ ടൈമാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒരു 25-26 ആ ഒരു ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവര് കല്യാണം നോക്കി തുടങ്ങി. അപ്പോൾ ഇവർക്കൊന്നും പെണ്ണ് കിട്ടണില്ല നാട്ടിൽ നിന്ന്. എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ ചെക്കന്മാർ ചോദിച്ചു, എന്താന്ന് പെണ്ണ് കിട്ടാത്തത്? ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല? ലുക്കില്ലായിട്ടാണോ? ഇനിയിപ്പോൾ അതാണ് കുട്ടികളുടെ പ്രശ്നം. അപ്പോൾ ഒരു പറഞ്ഞു ലുക്ക് ഇതൊന്നുമല്ല, 26 ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു ഏജ് ഓവർ ആയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് 26 ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഏജ് ആയി. 26-27 എന്ന് പറഞ്ഞാൽ ആള് ഏജ് ഓവർ ആയി. 30 ആണോ ഔട്ടാണ്, ആള് മാർക്കറ്റിൽ നിന്ന് ഔട്ടാണ്. അപ്പൊ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, വീട്ടുകാരിങ്ങനെ ചോദിക്കണോണ്ട് ഒരു കുട്ടീനെ നോക്കല്ലേ. അപ്പൊ ഞാൻ ഇതാണല്ലോ ഞാൻ കേൾക്കണത് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു എസ് മൂളി കൊടുത്തു വീട്ടുകാരെ ഈ ഒരു പ്രോസസ്സിന് ഇത് സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പൊ അവര് തിരയാൻ തുടങ്ങി. തെരഞ്ഞ് ഫസ്റ്റ് കിട്ടിയതാണ് ഈ മുതലിനെ. ഞാനായിട്ട് പെണ്ണ് കാണാനും പോയിട്ടില്ല. ഞാൻ കാനഡയിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് കല്യാണം കൂടാനാണ്. ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെയാണ് ഇവളെന്റെ ഭാര്യയാക്കിയത്, ഒരൊറ്റ വീഡിയോ കോളില്. ആ വീഡിയോ കോളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഓക്കെ, ഉമ്മനോട് പറഞ്ഞു ഇത് ഫിക്സ്. എന്തത് എക്സാമോ? എന്തൊക്കെ കാര്യമാണ് ചോദിച്ചത് അർഷു? ഞാൻ അത് ഭയങ്കര സീക്രട്ടാ. എന്നാലും ഞങ്ങളെ പോലെ നല്ലൊരു പാട്ട് തപ്പി നടക്കണം, നോക്കിക്കോളൂ, എല്ലാരും കേൾക്കണേ, ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യണം. അല്ല, ഞാൻ ആദ്യമേ നോക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വൈബിനൊത്ത് പോകാൻ പറ്റിയ ഒരാളാണ് ഞാൻ നോക്കിയത്. ആൾക്കാരോട് സംസാരിക്കാൻ പറ്റണം, അതായത് ഭയങ്കര ഷൈ ആവാൻ പാടില്ല, എന്നാൽ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ ആളെ വൈബ് ഓക്കെ എന്ന് എനിക്ക് തോന്നി. എങ്ങനെ മനസ്സിലായി? അത് ഫസ്റ്റ് വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അത് വീഡിയോ കോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഞാന്, അവള്, ഉമ്മ, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ കടന്ന് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, കാരണം ഉമ്മ അവിടെ ഇൻവിജിലേറ്റർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മ പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല കോളിൽ. പക്ഷെ ഞാൻ ഉമ്മ അവിടെ ഉള്ള കാരണം ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡിൽ അങ്ങനെ. പക്ഷെ എനിക്ക് മനസ്സിലായി ആളെ ഒരു സംസാര ശൈലി നമുക്ക് മനസ്സിലായി. ആൾ ആക്റ്റീവ് ആണ്, നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആളാണ്. അതാ എന്റെ മെയിൻ സാധനം ആയിരുന്നു, വൈബിലേക്ക് കയറണം എന്നുള്ളത്. നമ്മളെ വൈബിലേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇവിടെ ഇതിപ്പോ ഓൾമോസ്റ്റ് ആ ഒരു പ്രോസസ്സിലെത്തി. ഇപ്പൊ ആൾ ഓക്കെയാണ്. വളരെ മിനിമൽ ആയിട്ട് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിലെല്ലാം കുട്ടി ഓക്കെയാണ്. അപ്പൊ ഞാൻ ഗ്രീൻ ഫ്ലാഗ് ആണ്. ഓക്കെ, ഒരൊറ്റ വീഡിയോ കോളിലാണ് ഫിക്സ് ചെയ്യണേ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഈ ഓൾറെഡി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് പെമ്പിളേര് 2 പേർക്ക് കിട്ടോ, നമ്മൾ ഒരു നേരെങ്കിലും കാണണ്ടേ നേരിട്ട്? ഇതൊന്നും ഇല്ല. അത് എങ്ങനെയെന്ന് ഞാൻ ഇവളോട് പറയാ, എന്താണ് അർഷുൽ ഏറ്റവും ഇഷ്ടപ്പെട്ട? കണ്ടു, ഇഷ്ടപ്പെട്ടു, കെട്ടി. ഗോപാലൻ സീന, കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. അതിവിടെയാണ് കേട്ടോ ടിക്കിട്ടത്. ഈ ആദ്യം നിങ്ങൾ ശരിക്കും നിക്കാഹിന് ഒരുമിച്ച് അതിനു മുമ്പേ മീറ്റ് ചെയ്ത് കല്യാണം തലേ ദിവസത്തെ അതുണ്ട്. ഞാൻ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ ലാൻഡ് ചെയ്തത്. അപ്പോ ഞാൻ ലാൻഡ് ചെയ്ത് നേരെ എയർപോർട്ടിൽ നിന്ന് പോയത് വീട്ടിലേക്കാ. നൈറ്റ് രാത്രിയാ പോണത് കേട്ടോ, അതാണ് നോട്ട് ദ പോയിന്റ്. രാത്രി കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് മലപ്പുറത്തേക്ക് 5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ആ ഡ്രൈവ് നേരെ വന്ന് നൈറ്റാണത് സമയം. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവളെ വീട്ടിലല്ല നിൽക്കുന്നത്, നെയ്ബറുടെ വീട്ടില് അവിടെ പോയിരിക്കുക. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടിലേക്ക് വരുന്നത്, അത് വേറെ കാര്യം, സർപ്രൈസ്. അതാണല്ലോ നമ്മള് മെയിൻ. ഈ പുറത്തു പോണ എല്ലാരും മെയിൻ അതാണല്ലോ. അപ്പൊ ആളെ ഞാൻ വിളിച്ചിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടൈം കാണുന്നത് അവിടുന്നാണ്. അപ്പൊ ഞാൻ പുറത്തിറങ്ങില്ല, ഞാൻ ഷോക്കല്ലേ, ഞാൻ കെട്ടാൻ പോണ ആളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അടുത്ത ആഴ്ച കല്യാണം. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ ഒരു കഫേയിൽ പോയി ഒന്ന് സംസാരിച്ചു. അതാണ് സത്യത്തിൽ എന്റെ ഫോർമൽ പെണ്ണ് കാണൽ, കല്യാണം ഉറപ്പിച്ചിട്ടുള്ള പെണ്ണ് കാണൽ. നേരിട്ട് കണ്ടപ്പോ ആദ്യം ആശു പറഞ്ഞെന്താ, 2 പേർക്ക് നല്ല വെറൈറ്റി ആയിരിക്കുമല്ലോ. എനിക്ക് പേടിയൊന്നും, ഞാൻ പിന്നെ ഞാൻ കുറച്ച് അവിടുന്നൊക്കെ വരുന്നല്ലേ, അപ്പൊ തന്നെ പേടി കാണിച്ച കുട്ടി എല്ലാം വിചാരിക്കും ഇവൻ എന്താന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഓക്കെ മൂഡിലാ പോയത്. എന്തായിരുന്നു ആശു ആദ്യം പറഞ്ഞേ? ഇഷ്ടപ്പെട്ടോ ചോദിച്ചു.
ഓക്കെ, എന്തായിരുന്നു മറുപടി? അതുകൊണ്ടാണല്ലോ interview ഇപ്പൊ നടന്നേ. ഇഷ്ടപ്പെട്ടോണ്ട്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റോറി കേൾക്കണം കേട്ടോ. ശരിക്കും ഇതുപോലത്തെ ഒത്തിരി സ്റ്റോറികൾ ഉണ്ടാവില്ലേ വെറൈറ്റി? മലപ്പുറത്തിന്റെ റയറസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കൽ പോലും കാണാതെ ആരെങ്കിലും കെട്ടാൻ ഒരുങ്ങുമോ? ചാൻസ് കുറവാണ്. സത്യം. കാരണം നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കേണ്ട ഒരാളാണ്. അതെ. ഞാൻ എന്താ പറയാ, എനിക്കെന്റെ വീട്ടുകാരെ ആ ഒരു കാര്യത്തിൽ വിശ്വാസമായിരുന്നു. എൻ്റെ ഉമ്മ കണ്ടുപിടിച്ച ഒരാളാണ്. അപ്പോൾ അത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എന്തൊരു മുഞ്ചത്തെ കുട്ടിയാ, വന്നപ്പോ ആ ചിരി തന്നെ ഉണ്ടായിരുന്നു. അതെന്താ ഞാൻ മുഞ്ചനല്ലേ? രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ഇപ്പൊ കാനഡയിൽ എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ കാനഡയിൽ വർക്ക് ചെയ്യാം. ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് പോയതായിരുന്നു ഇനീഷ്യലി. 23rd ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് വർക്കിന് കയറി. ഇപ്പോൾ കറന്റ് ഒരു ബിൽഡിംഗ് മെയിൻ്റനൻസ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം. പൊതുവെ നമ്മൾ കാനഡയിൽ പോകുമ്പോൾ ആളുകൾ പോകുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര പോസ്റ്റ് ലൈഫാണ്, അവിടെ അടിച്ചു പൊളിക്കുകയാണെന്നൊക്കെയാണ്. നമുക്കിവിടെ സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സന്തോഷമാണ്. ശരിക്കും ഇങ്ങനെ തന്നെയാണോ? നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? കനേഡിയൻ റിയാലിറ്റി ഹിറ്റ്സ് ഡിഫറെൻറ്റ്. അത് അങ്ങനെയാണ്. അത് ആൾക്കാർക്ക് നമ്മൾ ഇവിടെ നിന്നിട്ടേ, നമ്മൾ കേരളത്തിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓ കാനഡ, പിന്നെ നമ്മൾ സ്റ്റോറി ആണെങ്കിലും സ്റ്റാറ്റസ് ആണെങ്കിലും, പിന്നെ അവിടെ അത്യാവശ്യം സിറ്റിയും സ്ട്രീറ്റ് ഒക്കെ അത്യാവശ്യം ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ കാണാൻ ഇച്ചിരി ഭംഗി ഉണ്ടാവും. നമ്മളെ സ്കൈയും അത്യാവശ്യം ക്ലിയറാണ്, നമ്മളെ പോലെയല്ല. പൊല്യൂഷൻ കുറവായത് കാരണം അത്യാവശ്യം നല്ല സ്കൈ ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളും കിട്ടും. വെതറും അങ്ങനെ ഒരു ഓക്കെ. മഞ്ഞൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കുളിർമയും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ മഞ്ഞ് 2 ദിവസം നമുക്ക് പറ്റുള്ളൂ. 4ാമത്തെ ദിവസം മഞ്ഞ് പണ്ടെങ്കിലെങ്കിലും 6 മാസം നമ്മൾ ആ മഞ്ഞ് കിടന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണം. ഞാൻ നിൽക്കുന്നത് കാനഡയിൽ ടൊറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല രീതിയിൽ ആൾക്കാർ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ ടൊറൻറ്റോ. അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ എത്നിസിറ്റിയിലുള്ള ആൾക്കാരും ഉണ്ട്, പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കൾച്ചർ അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എത്രയൊക്കെ കൾച്ചർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലും നാട് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. അതാണ് മെയിൻ. നമ്മളെ വേര് ഇവിടെയാണ്. ആരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നാടാണ്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ രാവിലെ എണീറ്റ് ആ പുട്ടും കടലയും ആ പൊറോട്ടയും ബീഫും അതിന് കിട്ടുന്ന വൈബ് അവിടെ ചെന്ന് ഇവരെ ഫ്രൈഡ് ചിക്കനും മറ്റേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാൽ കിട്ടൂല. അത് ഇനി എന്തൊക്കെയാണെങ്കിലും കിട്ടൂല. ഇനിയിപ്പോൾ ഏത് മലയാളികൾ അവിടെ പോർച്ച് കാണിച്ച് നടന്നാലും ഇവരൊക്കെ കഴിക്കണത് ഈ പുട്ടും കടലേക്ക് ആയിരിക്കും. അതൊക്കെ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഇവിടെ വരണം, ഇവിടുത്തെ കാറ്റും വെയിലൊക്കെ കൊള്ളണം. ഞാനിപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിലാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ അവിടുത്തെ ആൾക്കാരെ പോലെ വെറുതെ ആളെ നടക്കുമെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തനി മലയാളിയും മലപ്പുറം പക്ക മലപ്പുറം നാടൻ കാക്ക. എൻ്റെ കൂട്ടുകാരൊക്കെ കളിയൊക്കെ നാടൻ കാക്ക നട. ഞങ്ങളെ ഇവിടുത്തെ ഒരു പ്രത്യേക ടേമാണ് കാക്ക. മീൻസ് ഏട്ടൻ ജ്യേഷ്ഠൻ ആ ഒരു സാധനമാണ്. ആ ഇക്കാന്ന് ചില സൈഡിൽ ഇക്കാന്ന് വിളിക്കും. കോഴിക്കോട് സൈഡിലൊക്കെ ഇക്കാന്നൊക്കെ വിളിക്കുന്നത് നമ്മളവിടെ കാക്ക എന്നാ പറയാ. അത് കാക്കല്ല, ബ്രദർ കാക്ക. അപ്പൊ ഞാനൊരു നാടൻ കാക്ക. നമ്മളാ വൈബാണ്, നാടൻ കാക്കയാണ്. തിരിച്ച് കാനഡയ്ക്ക് പോകുന്നുണ്ട്, അവിടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ടാവേ. ആക്ച്വലി എന്റെ ലീവ് കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാൻ ആ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 2 months കൂടി നാട്ടിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പോൾ ഇപ്പൊ എക്സ്റ്റൻഷനിലാണ്. എന്തൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യണോ? അല്ലെങ്കിൽ നമ്മൾ പോവാനാകുമ്പോഴാണല്ലോ പക്ഷെ നമ്മളത് മിസ് ചെയ്തെന്ന് ചിന്തിക്കുക. നമ്മള് പ്രവാസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഏറ്റവും കൂടുതൽ നാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ അറിയാൻ നമ്മളാ. നാട്ടിലൊരു പുതിയ ഫുഡ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി ഇറങ്ങിയാൽ ആരെങ്കിലും പുതിയ വീട് വെച്ചാൽ ഇതെല്ലാം ആദ്യം അറിയാൻ നമ്മളായിരിക്കും. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് എന്താ നാട്ടിൽ നടക്കണമെന്ന് നോക്കി കാണുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്പോട്ടുകൾ ഇങ്ങനെ നോക്കി വെക്കും. അതായത് എന്ത് ഫുഡ് നമ്മൾ ആകെ നമുക്കുള്ളൊരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് അടി മാത്രമാണ്, അല്ലാത്തൊരു എന്റർടൈൻമെന്റും ഇല്ല. ഫുൾ ഫുഡ് അടി. അപ്പോൾ എവിടെ നിന്നൊക്കെ നല്ല ഭക്ഷണം കിട്ടും അതൊക്കെ പോയി കഴിക്കും. അതാണ് നമ്മളെ ഒരു മെയിൻ ഹോബി. അപ്പോൾ കാനഡയിൽ അയച്ചെന്നാലും നമ്മൾ ഇതാണ് പരിപാടി. നല്ല ഫുഡ് സ്പോട്ടുകൾ ഏതൊക്കെ ഉള്ളത് നോക്കും. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് അടുത്തായത് കാരണം ഫുൾ ടൈം കോഴിക്കോട് പോയി വരും. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ കോഴിക്കോട് ബെസ്റ്റാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോടിനെ വെല്ലാൻ വേറെ ആരുമില്ല. കോഴിക്കോട് കണ്ണൂർ ആ ഒരു സൈഡ്. ശരി, അതെനിക്കറിയില്ല കേട്ടോ. അപ്പൊ കോഴിക്കോട് എന്താ പറയാ, കോഴിക്കോടിന് ഒരു പ്രത്യേക ഇഷ്ടം. കോഴിക്കോട് ഒരു ഫുഡ് മസ്റ്റ് ആയി കഴിക്കണം ഫുഡ് ഐറ്റം പറയും. അതിപ്പോ പല കാറ്റഗറി ഫുഡുകളുണ്ടല്ലോ. ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പല ആൾക്കാരും മറ്റേ പാരഗണും ബ്രഹ്മത്തൊക്കെ പറയും. എനിക്ക് പേഴ്സണലി ഇഷ്ടം കുറ്റിച്ചിറ ബിരിയാണിയാണ്. ഓക്കെ, അങ്ങനെ പല പല സാധനങ്ങൾക്ക് പല പല സ്പോട്ടുകളാണല്ലോ കോഴിക്കോട്. ഇഷ്ടം പോലെ സ്പോട്ടുകളുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ചലഞ്ച് തരട്ടെ. അതായത് നമ്മുടെ ഹനാനെ ഒന്ന് വിളിക്കാം. ഓക്കെ, കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യണം. പ്രാങ്ക് മീൻസ് പ്രാങ്ക് ഇതാണ്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പോലീസ് പിടിച്ചു. അപ്പോൾ പെറ്റി ചാർജ് ഒരു എമൗണ്ട് ചോദിച്ചു.
ബാക്കി എൻ്റെ കയ്യിൽ എല്ലാം കൊടുത്തിട്ട് ഒരു 500 രൂപയുടെ കൂടെ വേണ്ട, ഒരു 100 രൂപയുടെ കൂടെ കുറവേ ഉള്ളൂ. വിശ്വസിക്കോ? 1000 ഒക്കെ പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഫണ്ട് റോണെന്ന് പറഞ്ഞ് വിളിക്കാം. ചോദിക്കേണ്ട ഫണ്ട് 100 രൂപ. ഓക്കെ. ഹലോ, ഹലോ, നിങ്ങള് എത്തിയോ? നിങ്ങൾ എപ്പോഴും വരിക? അതാ, നിങ്ങൾ എയർപോർട്ടിലാ? എടാ വേറെ ഞാൻ വിളിച്ചൊരു പൈനല്ല, ഒരു വള്ളിണ്ട്. എനിക്കൊരു കുറച്ച് ഫണ്ട് റോൾ ചെയ്യാൻ വേണം. വണ്ടി ഒന്ന് തട്ടി. ഫണ്ട് ഞാൻ മറ്റന്നാ ഇട്ടേരാ. എൻ്റെ വണ്ടി ലിവ, അത് പണിയായി. അത് ഇനി നേരെ വർക്ക്ഷോപ്പ് കയറ്റട്ടെ. സുരേട്ടൻ്റെ അടുത്ത് കൊടുക്കാനുള്ളു, പക്ഷെ കുറച്ച് ഫണ്ട് ഇറങ്ങും. മഞ്ചേരിന്ന് ഞാൻ പോയി ഇങ്ങോട്ട് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ തട്ടി. പാളി, ഞാൻ കണ്ടില്ല, അറിയാതെ ആക്സിലേറ്റർ കിട്ടി. ഒരു 30 റുപ്യൻ്റെ പണി ഉണ്ട്. അത് എൻ്റെ നമ്പറിൽ അയച്ചു. ഞാൻ മറ്റന്നാ അറ്റൻഡ്. അത് പറ്റുണ്ടാവും, അത് ഓൾറെഡി ആക്റ്റീവ് അല്ലേ. ഇവരൊക്കെ പ്രശ്നം ചോദിച്ചപ്പോ തരും. 30 വേണ്ട, ആദ്യം 15 രൂപ പറഞ്ഞു. ഞാൻ സെയിം സാധനടാ. എടാ ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ ഓരോ 15 കൂടി വേണമെന്ന് പറഞ്ഞ. ഹലോ എടാ, ഞാന് ഈ ഓട്ടോറിക്ഷക്കാരല്ലേ, തട്ടിയ ഓട്ടോറിക്ഷക്കാരനോട് എൻ്റെ പേര് പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു മൂപ്പർക്ക് അങ്ങനെയാണെങ്കിൽ 15 റുപ്യ അധികമാണ്. മൂപ്പർക്ക് എന്നെ പറ്റിയ എന്നെ പറ്റൂല പറഞ്ഞു മൂപ്പർക്ക്. അതുകൊണ്ട് 15 റുപ്യ അധികമാണെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഹോൾഡ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഓട്ടോക്കാരനെ ചാമ്പി പോള പരിപാടി. മൂപ്പർക്ക് 15 റുപ്യാണെന്ന് പറയണേ. ഞാൻ പറഞ്ഞു ഇത് ഓട്ടോറിക്ഷ പുതിയത് വാങ്ങിക്കൂടെ വെച്ചാ. ഇല്ല കൊടുക്കണ്ട. പിന്നെ അങ്ങനെ ചെയ്യട്ടോ, മണ്ടത്തരം ചെയ്യല്ലോ. ഓക്കെ. എന്താ ചെയ്തെച്ചാല് മൂപ്പർക്ക് ഇൻഷുർ ഉണ്ടെങ്കിൽ മൂപ്പര് ഇൻഷുറിന് കൊടുക്കുക. അല്ലെങ്കിൽ മൂപ്പർക്ക് ഇൻഷുർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പർ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾ ഒത്തുതീർപ്പ് എത്തുന്ന വെച്ചാൽ നമ്മൾ നന്നാക്കി കൊടുക്കും. നന്നാക്കി കിട്ടുന്ന പൈസ നമ്മൾ കൊടുക്കും. ഫോട്ടോ ഉണ്ട് ഓട്ടോറിക്ഷന്റെ. മൂപ്പര് ഇജൊരു പാട്ട് പാടിയാ മൂപ്പര് പൈസ വേണ്ടായിരുന്നു. ഞാനൊരു ഇതിന്റെ ചെറിയൊരു പ്രാങ്ക് ഇട്ടതാടാ. നിങ്ങളൊക്കെ എന്താടാ ഇങ്ങനെ പ്രാങ്ക് ആവണേ? പൈസ ചോദിച്ചുമ്പോ പൈസ ഇല്ല. നേരത്തെ ബാസിലിനെ വിളിച്ചു, ബാസിലും പൈസ ഇട്ടെന്ന്. ഞാൻ ജിമ്മിക്ക് പൈസ വേണ്ട ഞാനൊരു ചെറിയ ഇന്റർവ്യൂവിന്റെ ഇടയിലായിരുന്നു, ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതാ. ആയിക്കോട്ടെ. ഇപ്പൊ നടന്നോണ്ടിരിക്കാണ്. അതായത് നിങ്ങളെ പോലത്തെ ഇത്രയും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ബാസിക്കനെ വിളിച്ചു, ഹനനക്കനെ വിളിച്ചു, എല്ലാവരും പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാ. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞങ്ങൾ ഭയങ്കര അത്രേ ഉള്ളൂ. സ്നേഹമാണ് ഇമ്പോർട്ടന്റ്. അതത്രേ ഉള്ളൂ കേട്ടോ. സത്യം നിങ്ങളുടെ ടീമിലേക്ക് വരാൻ വേണ്ടി ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അനാനെ കുറിച്ച് ഇങ്ങനെ വാ തോരാതെ സംസാരിക്കാണ് ദർശു. ഓക്കെ, ഞങ്ങളും കാത്തിരിക്കാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ പൊതുവെ എനിക്ക് കപ്പിളിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മെയ്റ്റ് ഫോർ ഈച്ച് ഗെയിം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരാറില്ല. നിങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കിയ കപ്പിളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഹർഷുന്റെ ഫേവറേറ്റ് ആക്ട്രസ്? ആക്ടറാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓ ശരി. ഞാനൊരു നല്ല മോനായത് കാരണം ഞാൻ സ്ത്രീകളൊന്നും ശ്രദ്ധിക്കാറില്ല. എന്റെ പൊന്നെ,
കൂട്ടുകാരൊന്നും വിളിക്കട്ടെ ഞാനിപ്പോ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അടി വരും. അല്ല കേട്ടോ, ആക്ട്രസിനെ കുറിച്ച് അങ്ങനെ പറയലൊന്നുമില്ല. ഓക്കെ, ഇല്ലല്ലോ, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തതാ. കുടുംബത്തിലൊരു വഴക്ക് കിടക്കണ്ടെന്ന് വെച്ച് പലപ്പോഴും എന്തിനാ വെറുതെ പറയട്ടെ. കുടുംബകലം ഉണ്ടാക്കുന്നത്? ഓക്കെ, അവൻ ആക്ടർ പറയും. അല്ലു. അല്ലു അർജുനോ? അത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ അല്ലു പക്ഷേ അർജുന്റെ ഉണ്ടല്ലോ, ആളായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ വട്ടം കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അവിടുത്തെ ഇത് പഴയ പാട്ടോ? അല്ല, ഇങ്ങനെ പറയും എനിക്ക് അല്ലുവിനെ ഇഷ്ടമായിരുന്നു, ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കാണാതെ പഠിച്ചിരുന്നു എന്നൊക്കെ. ഏതാണ് പാട്ട്? ഏത് അതെ, പാട്ടാ ഞാൻ പറയട്ടെ. പാട്ട് പാടില്ലേ? ഞാനോ? എനിക്ക് ചായവേ ഇല്ല. പാട്ട് പാടോ? സത്യം ഇല്ല, പറഞ്ഞ അതൊക്കെ. ഏത് പാട്ടാ കാണാതെ പഠിച്ച അല്ലു അർജുന്റെ? അതെന്താന്നറിയോ, അതിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമില്, അതായത് എനിക്ക് തോന്നുന്നു 2010 ആ കാലഘട്ടത്തിലാണ് തോന്നുന്നു. ആ സമയത്തൊക്കെ അല്ലു അർജുൻ കത്തി നിൽക്കുന്ന ടൈമല്ലേ. അപ്പൊ എല്ലാവരും അല്ലു അർജുൻ ഫാനാ. അപ്പൊ എന്റെ പാട്ട് പഠിക്കുക, ഡാൻസ് പഠിക്കുക, അതൊക്കെ ഏതായാലും പണി. അതിന്റെ കാര്യം പറയണതാണ്. അല്ലാതെ വേറെ ആരെയൊന്നും കുറിച്ച് പറയലൊന്നുമില്ല. സിനിമാ പ്രേമിയാണ്. എന്നാ അങ്ങനെ എനിക്ക് എല്ലാരും ഇഷ്ടാ. മച്ചുമിന്റെ ഫേവറേറ്റ് സോങ്? റീസെന്റ് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അഭിലാഷം മൂവിയിലെ സുമാഹാസ്യത എന്ന് പറഞ്ഞ പാട്ടാണ്. അതിങ്ങനെ ഞാൻ എപ്പോൾ കാറ് കയറിയാലും ഞാനൊരു ഇംഗ്ലീഷ് വൈബിലൊക്കെ ആയിരിക്കും പാട്ടൊക്കെ ഇട്ടിട്ട്, നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മൂഡ് വരണ്ടേ. അപ്പൊ അങ്ങനത്തെ പാട്ടായിരിക്കും ഇടുക. പക്ഷെ ഇത് അപ്പം മാറ്റിയിട്ട് സുമാഹാസ്യത, ഫസ്റ്റ് കയറിയ സുമാഹാസ്യത പാടൂ. പാടുപെടും. ഓക്കെ, ഒരു നമുക്ക് ഗെയിമിൽ രണ്ടുപേരും പാസ്സായി. ഓക്കെ, കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാസ്സായി. ഇപ്പോൾ ഫസ്റ്റ് ഗെയിമിലേക്ക് പോവാം. ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കും. സോ അത് ഇപ്പം ഒരാളെ ഞാൻ കാണിക്കും, അത് ആളെ കൊണ്ട് പറയിപ്പിക്കണം. 3 ക്ലൂവേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഡയറക്റ്റ്ലി പറയാതെ ഇൻഡയറക്റ്റ്ലി പറയണം. ഓക്കെ, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണം, ഇല്ലാതെ പറയരുത്. ഓക്കെ, കണ്ണൂട്ടു കളി കളിക്കല്ലേ? ഈസി ആയി പോയോ? കൂടുതൽ ഈസി ആയി പോയി. ഓക്കെ, കണ്ണൂർന്നോ? വെള്ളം ഒഴിക്കും. ഓക്കെ, ഒരു ക്ലൂ. വെള്ളം ഒഴിച്ചു വെക്കും അതിന്. ഓക്കെ, പിന്നെ അത് ഈ പഴയ വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോ കാലൊക്കെ കഴിക്കും. കിണ്ടി. കറക്റ്റ് ആൻസർ. അടിപൊളി. ശരി, അടുത്തത് കണ്ണു നോക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമല്ല? നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ ക്ലൂ തീരെ ഇഷ്ടമല്ല. ഓക്കെ ആണ്. ഓക്കെ ആണെന്നൊക്കെ കഴിക്കാൻ പറ്റും. മോനുവിന് ഇഷ്ടമാണ്. 3 ക്ലൂ. മോനുവിനാണ് ഇഷ്ടമല്ലേ? മോനുവിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല. അല്ല, ഒന്നുകൂടെ ആലോചിച്ചു നോക്കും. അർഷുക്കൊക്കെ ഇഷ്ടമല്ല സാധനം. ഇഷ്ടമല്ല. കഴിക്കാൻ പറ്റും. മോനുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്ലൂ കൂടി കൊടുക്കട്ടെ. ഫുഡിന്റെ കൂടെയാണ് കഴിക്കുക. അപ്പൊ ഓൾറെഡി അതൊരു ഫുഡാന്ന് പറഞ്ഞോ? ഫുഡിന്റെ അല്ല, അതിന്റെ കൂടെ കഴിക്കുന്ന സാധനം. അതൊറ്റക്കൊന്നും കഴിക്കില്ല, പക്ഷെ ഫുഡിന്റെ കൂടെ കഴിക്കില്ല. വഴുതനങ്ങയോ? വഴുതനങ്ങ ഇഷ്ടമല്ല. അല്ലാത്തൊരു വിധം ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കും. നിനക്ക് പറയാൻ പറ്റാത്തോണ്ടാ ഇങ്ങനെ വേണം ക്ലൂ കൊടുക്കാൻ. കണ്ടോ? ഒന്നുകൂടെ എന്നോട് അത് വേണോ ശരിക്കും? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. നമ്മള് ചോറൊക്കെ കഴിക്കുമ്പോഴേ അതിനില്ലേ എന്ത് കൊടുത്താലും ഇവർക്ക് വേണ്ട. എന്നാലും ഉമ്മ ഇത് വേണോ ചോദിക്കുമ്പോ ഞാൻ പറയാം വേണ്ടെന്ന് പറയുന്നത്. തോറ്റിരിക്കുകയാണ്. നീ തോറ്റു. ഞാനല്ലേ പറയിപ്പിക്കണം. പറയിപ്പിക്കലല്ല, പറയാത്തതാണ് ശരി. ഒരു ക്ലൂ കൂടെ കൊടുക്കട്ടെ. സ്നേഹമുള്ള വൈഫ് കിട്ടോ. പുട്ടിന്റെ കൂടെ കഴിക്കും. പുട്ടിന്റെ കൂടെ പപ്പടം. പപ്പടാണ് എനിക്ക് ഇഷ്ടമത്. പപ്പടം എനിക്ക് ഇഷ്ടമല്ല. അധികം കഴിക്കാറൊന്നുമില്ല. ഓക്കെ. ഇനി ആരാ? ഇത് ഈസി അല്ലേ? കഴിക്കാൻ പറ്റും. ഒരു ക്ലൂ ആയി. ഓക്കെ, കഴിക്കാതിരിക്കാനും പറ്റും. അല്ല, അത് അങ്ങനെയാണല്ലോ, കഴിക്കാതിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്ലൂ. ഇത് ഞാൻ കോളേജിലേക്ക് പിക്ക് ചെയ്യാൻ വരൂലേ? പിക്ക് ചെയ്യാൻ വരുമ്പോ അല്ല, ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇങ്ങനെ കോഴിയാണ്.
കറക്റ്റ് കൂട്ടാൻ വിളിക്കാറുണ്ടോ ഫ്രണ്ട്സ് കോളേജിന് മുമ്പിൽ പോകുമ്പോ? അല്ല ഞാൻ ഭയങ്കര അങ്ങനെ ഡീസന്റ് വിളി ആയിട്ടാ പോയത്. കേട്ടിട്ടുണ്ടോ? പറയാറുണ്ടോ അങ്ങനത്തെ പേരൊക്കെ ഇരട്ടപ്പേരൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെ അച്ഛന് ഇരട്ടപ്പേരില്ല ഫ്രണ്ട് സർക്കിള്? ഇല്ല എന്നെ അർഷു എന്റെ ശരിക്കുള്ള പേര് അർഷദ് എന്നാ. പക്ഷെ എന്റെ അർഷദ് എന്നുള്ള പേര് റെക്കോർഡ്സിൽ മാത്രമേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അടക്കം എന്നെ അർഷു എന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്റെ പേര് അതായിപ്പോയി. അർഷു ബ്ലോഗ്സിന്റെ അതങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, സോ അടുത്തത് തരട്ടെ. ഓക്കെ ആണോ? ഞാൻ എന്താ കൊടുക്കാം? ഓക്കെ ആണോ? എന്ത് കൊടുത്താലും എളുപ്പം കിട്ടും. ഞാൻ എന്താ എളുപ്പം കൊടുക്കരുത് നമ്മള്, അത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്? ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞിട്ടുള്ള ഫേവറേറ്റ് പേഴ്സൺ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ കൊടുത്താലും അത് കിട്ടും. കിട്ടും. ഈ ഹനൻ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഓക്കെ, എന്തുകൊണ്ട് ഹനൻ ഇത്ര ഇഷ്ടം? ഹനാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹനാൻ ആക്ച്വലി ഇപ്പൊ ഹനാൻ പോപ്പുലറാ, ഭയങ്കര പോപ്പുലറാ. പക്ഷെ ഹനാൻ ഒന്നുമല്ലാത്ത സമയത്ത് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ സീനിയർ ആയിരുന്നു. ഞാൻ 10th പഠിക്കുമ്പോൾ അവൻ 8ാം ക്ലാസ് പഠിക്കുന്നത് നിലമ്പൂര് മാനവേദൻ സ്കൂളിൽ. അവിടുന്ന് ഞങ്ങള് ഫുട്ബോൾ, ആ സമയത്ത് ഞാനൊരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. അവന് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് പറഞ്ഞ മെയിനാ. എൻ്റെ വലിയൊരു ആഗ്രഹം അതായിരുന്നു. അത് വേറെ കഥ, പോട്ടെ, മറക്കാൻ ശ്രമിക്കുന്ന കഥ. അപ്പോൾ ഞങ്ങളെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിന്ന് പോകാനുള്ള മെയിൻ റീസൺ തന്നെ ഹനാനാണ്. കാരണം അവൻ എൻ്റെ ജൂനിയർ ആയതുകൊണ്ടും ഞാൻ സീനിയർ ആയതുകൊണ്ടും ഞാൻ എന്തിനാ അവനോട് കമ്പനി വെക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ പണ്ട് നടന്നത്. പക്ഷേ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലാവർക്കും ഭയങ്കര കമ്പനിയാണ്. ഇവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് ഫുട്ബോൾ കളിക്കാൻ ഞാൻ ടീം കളിക്കുന്ന ടൈമാണ്. അവനപ്പോൾ വന്നിട്ടുള്ളൂ സ്കൂളിൽ. അപ്പോൾ ആള് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോന്നും ചോദിക്കും, എങ്ങനെ അത് ചെയ്യുന്നത്, എങ്ങനെ ഇത് ചെയ്യണമെന്ന്, അങ്ങനെ ഫുട്ബോൾ കളിക്കണം. പിന്നെ എനിക്കാണെങ്കിലും അവനിൽ കൗതുകം തോന്നിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇമ്പാക്റ്റിന്റെ ഒരു 350 റുപ്യൻ്റെ ബൂട്ടാണ് ഫുട്ബോൾ കളിക്കാൻ ആ ബൂട്ട്. അപ്പോൾ ആ സെയിം സമയത്ത് ഇവൻ കളിക്കാനായിട്ട് വരിക നിവ്യ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 700-800 രൂപ വില വരുന്ന ബൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇടണമെങ്കിൽ ഒരു റേഞ്ച് വേണം. ഇതൊക്കെ ഇട്ടിട്ടാണ് അവനൊന്ന് വരിക. നമ്മുടെ അടുത്ത് സ്റ്റാർ ഇമ്പാക്റ്റിന്റെ ബൂട്ട്, സ്റ്റാർ ഇമ്പാക്റ്റ് പക്ഷേ മോശമല്ല കേട്ടോ, യൂസ് ചെയ്യണവർക്ക് അറിയാം സ്റ്റാർ ഇമ്പാക്റ്റ് ബെസ്റ്റ് ബൂട്ടാണ്. ആ സമയത്തെ മിഡിൽ ക്ലാസ് ബൂട്ടാണ് ആ സാധനം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് അവനോടൊരു ഓക്കെ അവൻ ഇങ്ങനെ കമ്പനി വരുമല്ലോ. അപ്പം ഞാനും തന്നെ അത്യാവശ്യം അങ്ങോട്ട് സംസാരിക്കും. പിന്നെ നമ്പർ ഷെയറിങ് ആയി. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയി, അവിടുന്ന് സ്കൂളിൽ നിന്ന് പോയി. ഞാൻ +1 +2 പഠിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ വണ്ടൂര് VMCയിലാണ്. അപ്പോൾ അവൻ +2 പഠിച്ചത് എടവണ്ണ. അപ്പോൾ എടവണ്ണക്ക് പാസ് ചെയ്യാൻ വണ്ടൂര് ത്രൂവാ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ നാട്ടിലെ ഫ്രണ്ട്സ് ഈ റോഡ് സൈഡിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ റോഡ് സൈഡിലുണ്ടാവും, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോഴേക്ക് ഇപ്പം എടവണ്ണെന്ന് ക്ലാസ് കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങനെ പോവുക. അപ്പോൾ പക്ഷേ ഈ ബസ്സൊന്നുമില്ല, കയ്യാട്ടലും അതൊക്കെ ഉള്ളൂ. പിന്നെ ആ സമയത്താണെങ്കിലും അവൻ നന്നായിട്ട് പാട്ട് പാടിയിരുന്നു. അവൻ ചെറുപ്പം മുതലേ പാട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കലോത്സവത്തിൻ്റെ സമയത്ത് എപ്പോഴും സാറുമാർക്ക് ഇതാ പണി, ഫസ്റ്റ് പ്രൈസ് അനാൻഷ, ഫസ്റ്റ് പ്രൈസ് അനാൻഷ. ഇതിങ്ങനെ എന്ത് പാട്ടിൻ്റെ സംഗതി ഉണ്ടോ ഫസ്റ്റ് ഇങ്ങനെ അവൻ്റെ പേര് കേൾക്കും. അപ്പം അന്നേ അവൻ പാട്ടിന് അടിപൊളിയാണ്. അന്ന് മാപ്പിളപ്പാട്ടാണ് പാടുണ്ടിരുന്നത്. ഇങ്ങനെ സിനിമാ പാട്ടും അല്ലെങ്കിൽ കവർ ചെയ്യണ ഇതൊന്നുമില്ല, ഫുള്ള് മാപ്പിളപ്പാട്ട്. അന്ന് എൻ്റെ ഉപ്പ അവനെ മാപ്പിളപ്പാട്ടിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ സുഹൃത്ത് അസറു, അവനും ഞങ്ങളെ ഈ ഒരു സ്കൂൾ ഫ്രണ്ട്സാണ് ഇതൊക്കെ. അപ്പോൾ അവൻ ജോർജിയിൽ പോയി, അവൻ 12th കഴിഞ്ഞ് ജോർജിയിൽ പോയി. ഹനാൻ ചെറുതായിട്ട് കവേഴ്സ് ചെയ്യാൻ തുടങ്ങി. കവേഴ്സ് അവനെ വീടിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് അവന് ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ പോയി അങ്ങനെ കുറേ നേരം പുറകിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം നിന്ന് ആ പ്രോഗ്രാമിൻ്റെ അവസാനം ഇവനൊരു അവസരം കിട്ടി പാടാൻ. അപ്പോൾ ഓഡിയൻസ് ഓൾറെഡി സ്പ്രെഡായി പോകുന്നുണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവൻ മൈക്കെടുത്ത് പാടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്തു, ആൾക്കാർ നിന്ന് അവൻ പാടുന്നുണ്ട്. അപ്പോൾ കേൾക്കാന്നുള്ള മൂഡായി. അങ്ങനെ അവൻ്റെ പാട്ട് ആൾക്കാർ ലിസൺ ചെയ്ത് സത്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഹനാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന് തുടങ്ങിയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു 4 വർഷം കൊണ്ടാണ് ആരും ആയിരുന്നില്ലാത്ത ഹനാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിലെത്തിയത്. അപ്പോൾ തുടക്കം മുതലേ അവൻ്റെ 0 കൈകൊട്ടാൻ നമ്മളുണ്ട്. അവൻ ഇപ്പോൾ നിന്നാലും ഫസ്റ്റ് നിരയിൽ നിന്ന് കൈകൊട്ടാൻ നമ്മളുണ്ട്. അപ്പോൾ അവൻ്റെ വളർച്ചയിൽ നമുക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ആൾ കയറി വന്നത്. അങ്ങനെ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ആയി വന്നതല്ല. ഇപ്പം അവന് വേണമെങ്കിൽ ചാടണം, അവനെ 4 ആൾ അറിയുന്നു പറഞ്ഞിട്ട് നമ്മളടുത്ത് ചാടണം. പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നും അവനില്ല. അന്ന് ഞാൻ കണ്ട എന്താണോ അതിലാറൊന്നും കൂടി താന്നിട്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫേവറേറ്റ് പേഴ്സൺ.